മുതിർന്ന കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധിയുടെ ആരോഗ്യനില വീണ്ടും വഷളായിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. സോണിയാഗാന്ധി വലിയ രീതിയിൽ സ്ട്രഗിൾ ചെയ്യുകയാണ് എന്നാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഗുരുഗ്രാമിലെ ആശുപത്രിയിലാണ് സോണിയാഗാന്ധിയെ പ്രവേശിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നിരുന്നാലും ഒരു ചെറിയ ശസ്ത്രക്രിയയാണ് ഇവരെ ആശുപത്രിയിൽ കൊണ്ടുവന്നതെന്ന് വൃത്തങ്ങൾ അറിയിച്ചു. ആ ചെറിയ ശസ്ത്രക്രിയയിലാണ് സോണിയാഗാന്ധിയുടെ ആരോഗ്യനില വഷളായിരിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അവരോടൊപ്പം ആശുപത്രിയിലുണ്ട് എന്നും അറിയുന്നു. മാർച്ച് 24-ന് പനിയും അണുബാധയും അനുഭവപ്പെട്ടതിനെ തുടർന്ന് അവരെ ഡൽഹിയിലെ സർ ഗംഗാറാം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നിലവിൽ അവരുടെ വയറ്റിലും മൂത്രനാളത്തിലും അണുബാധയുണ്ടോ എന്ന് പരിശോധിക്കാൻ ഡോക്ടർമാർ കൂടുതൽ നടപടിക്രമങ്ങൾ നടത്തി വരികയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അമ്മയുടെ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആശുപത്രിയിലെത്തി. കുറച്ചു കാലമായി സോണിയാഗാന്ധി ആരോഗ്യ പ്രശ്നം നേരിടുന്നു. കഴിഞ്ഞ വർഷം ജൂണിൽ വയറ്റിലെ പ്രശ്നങ്ങൾ കാരണം അവരെ ഗാസ്ട്രോ എൻട്രോളജി വിഭാഗത്തിൽ നിരീക്ഷണത്തിലാക്കിയിരുന്നു. ഇതിനു പുറമെ 2025 ജൂൺ 7-ന് ഷിംലയിലെ ഇന്ദിരാഗാന്ധി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും അവരെ പ്രവേശിപ്പിച്ചു. നിലവിൽ മേദാന്ത ആശുപത്രിയിലെ വിദഗ്ധ ഡോക്ടർമാരുടെ ഒരു സംഘം അവരെ ചികിത്സിക്കുന്നുവെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം.